إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറെ ശ്രേഷ്ഠതകൾ നിശ്ചയിച്ചിട്ടുള്ള മഹത്തായ ദിനരാത്രങ്ങളിലേക്കാണ് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അഥവാ പവിത്രമാസങ്ങളിൽ ഒന്നായ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് കടന്നു വരാനായിരിക്കുന്നു. ഈ അവസരത്തിൽ ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠതകളും പ്രത്യേകതകളും അനേകം നമുക്ക് ഓർമ്മിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതിന് മുന്നോടിയായി സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഉദ്ഹിയ്യത്തിൻ്റെ കാര്യത്തിൽ മുന്നൊരുക്കത്തിലാണ്. അതിൻ്റെ ചർച്ചകളും അറിയിപ്പുകളും അതിനായുള്ള മൃഗങ്ങളെ വാങ്ങലുമായി തിരക്കുകളിലാണ്, അതിൻ്റെ പിന്നാലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ശ്രേഷ്ഠത നൽകിയിട്ടുള്ള നിസ്കാരത്തിൻ്റെ കൂടെ എണ്ണിപ്പറഞ്ഞ ഒരു ഇബാദത്താണ് ബലികർമ്മം എന്നുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൽ കൗസറിലൂടെ അറിയിച്ചു, ഫസല്ലി ലിറബ്ബിക വൻഹർ. ഓ നബിയെ, താങ്കളുടെ റബ്ബിനു വേണ്ടി നിസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരമെന്ന ഇബാദത്തിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞ മഹത്തായ ബലികർമ്മം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞു, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ. എല്ലാ ഓരോ സമുദായത്തിനും അവരുടേതായ ആരാധനാ കർമ്മങ്ങൾ നാം അവർക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അവർക്ക് നാം ഉപജീവനമായി നൽകിയിട്ടുള്ള കന്നുകാലികളിൽ നിന്നും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ബലികർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയത്രേ അത്.
സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിനനുസരിച്ച് നിർവഹിക്കേണ്ട മഹത്തായ ഇബാദത്താണ് വരാനിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിൽ ആ ദുൽഹിജ്ജയുടെ 10 അന്നു മുതൽ അയ്യാമുത്ത തശ്രീഖിന്റെ അവസാനത്തെ ദിവസത്തിലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ വരെയുള്ള സമയങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന ഉദ്ഹിയ്യത്ത് എന്ന ഇബാദത്ത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീന യുദ്ഹി കുല്ല സനത്തിൻ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ മദീനയിൽ 10 വർഷം താമസിച്ചിരുന്നു. എല്ലാ വർഷത്തിലും അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്ത് നിർവഹിച്ചിരുന്നു. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് നമുക്കറിയാം. അവിടുന്ന് വലിയ ധനികനായിരുന്നില്ല. എന്നിട്ടും നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ച 10 വർഷവും ഉദ്ഹിയ്യത്ത് നിർവഹിച്ചിരുന്നു എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ളഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖറനൈൻ ذبحهما بيده وسمى وكبر ووضع رجله على صفاحهما. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആടുകളെ അഥവാ 2 ആണാടുകളെ, ആ ആടുകളുടെ വിശേഷണങ്ങൾ പറയുന്നു. വെളുപ്പും കറുപ്പും കലർന്ന നിറത്തിലുള്ള 2 കൊമ്പുകൾ ഉണ്ടായിരുന്ന ആടുകളെ അവിടുത്തെ കരം കൊണ്ട് അവിടുന്ന് ഉദ്ഹിയ്യത്ത് നിർവഹിച്ചിരുന്നു, അറുത്തിരുന്നു. അവിടുന്ന് അത് നിർവഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു, ബിസ്മി പറഞ്ഞു, തക്ബീർ ചൊല്ലുകയും ചെയ്തു. അവിടുത്തെ പാദം ആ അറവ് മൃഗത്തിൻ്റെ പിരടിയിൽ ഉറപ്പിച്ചു നിർത്തിയതായും അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും നല്ല മാതൃകയാണ് എന്നതിനാണ് ആ ഹദീസ് വായിച്ചത്. അതുകൊണ്ട് ഈ ബലികർമ്മം ഉദ്ഹിയ്യത്ത് എന്നത് പണ്ഡിതന്മാർ പറഞ്ഞു, കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്, നിർബന്ധമാണ് എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിനനുസരിച്ച് ഈ ഉദ്ഹിയ്യത്ത് കർമ്മം അത് നിർവഹിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ. ആർക്കെങ്കിലും അറുക്കാൻ സാധിച്ചിട്ട് സാമ്പത്തികമായി കഴിവുണ്ടായിട്ടും അറവ് നടത്തിയില്ല എങ്കിൽ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് അടുത്തു പോവരുത്. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൗരവമായ ഉണർത്തലാണ്. നിങ്ങൾ നോക്കൂ, ഒരു അറവ്, ഒരു ഉദ്ഹിയ്യത്ത്, അതിന് വലിയ ചിലവുകളൊന്നും വരുന്നില്ല. നമ്മൾ പല കാര്യങ്ങൾക്കും അതിനേക്കാൾ സാമ്പത്തികമായി ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ബലികർമ്മത്തിൻ്റെ ഉദ്ഹിയ്യത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും അലംഭാവമാണ്. അത് കുറേ പണമുള്ളവർക്ക് പറഞ്ഞതാണ് എന്ന തെറ്റിദ്ധാരണ നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. മറിച്ച് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി വർഷത്തിൽ ഈ ഒരു അവസരത്തിലെങ്കിലും ഈ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് മഹത്തരമായ കാര്യമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി സഹോദരങ്ങളെ, അറവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില മസ്അലകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് എങ്കിലും ഈ അവസരത്തിൽ ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ്. അറവ് മൃഗങ്ങൾ, അതിന് ശർഈയായി പ്രായം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബലികർമ്മത്തിന് നിശ്ചയിച്ചത് ഒട്ടകം, അതുപോലെ മാടുവർഗം, അതുപോലെ ആട്, ഇങ്ങനെയുള്ള കന്നുകാലികൾ,
അതിൽ ഒട്ടകത്തിന് 5 വയസ്സ് പൂർത്തിയാവണം എന്നതാണ് കണക്ക്. പശുവർഗമാണെങ്കിൽ, മാടുവർഗമാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാവണം. ആടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാവണം. ഇതാണ് സഹോദരങ്ങളെ പ്രായം എന്നത്. ഈ കാര്യത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. വിശ്വസ്തരായ ആളുകളുടെ അടുക്കൽ നിന്ന് ഈ പ്രായം ശ്രദ്ധിച്ചുകൊണ്ട് വാങ്ങുകയും അങ്ങനെ ഉദ്ഹിയ്യത്ത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അതോടൊപ്പം ഉദ്ഹിയ്യത്തിൻ്റെ സമയമെന്നത് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ആരംഭിക്കുക. അതുമുതൽ ദുൽഹിജ്ജ 13 സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ വരെ സമയമുണ്ട്. അതിനു മുന്നെയോ അതിനു ശേഷമോ അറുത്താൽ അത് ഉദ്ഹിയ്യത്താവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബൂ ബുർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിസ്കാരത്തിന് മുന്നേ അറവ് നടത്തുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഷാതുക ഷാതു ലഹ്മിൻ, താങ്കൾ അറുത്തത് കേവലം ഒരു അറവ് മാത്രമാണ്, അത് ഉദ്ഹിയ്യത്താവുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ആ ഹദീസിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദബഹ ഖബ്ല സ്വലാത്തി ഫഇന്നമാ യദ്ബഹു ലിനഫ്സിഹി, ആരെങ്കിലും നിസ്കാരത്തിന് മുമ്പാണ് അറുക്കുന്നത് എങ്കിൽ അവൻ അവന്റെ സ്വന്തത്തിന് അഥവാ ഉദ്ഹിയ്യത്ത് എന്ന നിലക്കല്ല, മറിച്ച് കേവലം മാംസം ഭക്ഷിക്കാൻ എന്ന നിലക്കാണ് അറുക്കുന്നത്. വമൻ ദബഹ ബഅദ സ്വലാത്തി ഫഖദ് തമ്മ നുസുകുഹു വഅസാബ സുന്നത്തൽ മുസ്ലിമീൻ. ഇനി നിസ്കാരത്തിന് ശേഷമാണ് ഒരാൾ അറുക്കുന്നത് എങ്കിൽ അയാളുടെ നുസുക്ക് അഥവാ ഉദ്ഹിയ്യത്ത് പൂർത്തിയാവുന്നതാണ്. അതുപോലെ മുസ്ലിമീങ്ങളുടെ സുന്നത്ത് ചര്യ അത് അയാൾക്ക് ലഭിക്കുന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് സമയം അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കാളിത്തം ഷെയർ സ്വീകരിക്കുക എന്ന വിഷയത്തിൽ ആടാണെങ്കിൽ അതിൽ ഷെയർ പാടുള്ളതല്ല, മറിച്ച് ഒരാൾ ഒരാടിനെ അറുക്കേണ്ടതുണ്ട്. എന്നാൽ മാടുവർഗമാണെങ്കിൽ, ഒട്ടകമാണെങ്കിൽ 7 വരെ പങ്കാളിത്തം സ്വീകരിക്കപ്പെടുന്നതാണ്. അഥവാ ഒരാൾക്ക് ഒരു മാടിനെ അറുക്കാം, ഒരൊട്ടകത്തെ അറുക്കാം, പ്രശ്നമില്ല. അത് 2, 3, 7 വരെ ആവാം എന്ന് ചുരുക്കം. എന്നാൽ ആടിൽ ഷെയർ ഇല്ല, അതിൽ പങ്കാളിത്തമില്ല, മറിച്ച് ആട് ഒരാൾ ഒന്നിനെ തന്നെ അറുക്കേണ്ടതുണ്ട് എന്നതാണ്. അതുപോലെ സഹോദരങ്ങളെ, ഉദ്ഹിയ്യത്തിനായി തിരഞ്ഞെടുക്കുന്ന മൃഗത്തിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഉണർത്തലുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ന്യൂനതകളിൽ നിന്നും മുക്തമായിരിക്കണം. വ്യക്തമായ ന്യൂനതകൾ, പ്രത്യേകിച്ച് ഹദീസിൽ 4 രൂപത്തിലുള്ള ന്യൂനതകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ബലിമൃഗം ഉദ്ഹിയ്യത്ത് ആയി അത് പരിഗണിക്കപ്പെടുകയില്ല. അവിടുന്ന് പറഞ്ഞു, ലാ യജൂസു മിനൽ ളഹായ അൽ ഔറാഉ അൽ ബയ്യിനു അവറുഹാ വൽ അർജാഉ അൽ ബയ്യിനു അറജുഹാ വൽ മരീദതു അൽ ബയ്യിനു മറദുഹാ വൽ അജ്ഫാഉ അല്ലതി ലാ തുൻഖി. 4 ന്യൂനതകൾ. ഈ 4 ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഉദ്ഹിയ്യത്ത് പാടുള്ളതല്ല, ശരിയാവുകയില്ല എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് അൽ ഔറ, ഒരു കണ്ണ് പൊട്ടിപ്പോയ, വ്യക്തമായി കാഴ്ചയില്ല എന്ന് മനസ്സിലാവുന്ന രൂപത്തിലുള്ള മൃഗത്തെ പാടുള്ളതല്ല, അത് ഉദ്ഹിയ്യത്തിന് പാടില്ല, ഉദ്ഹിയ്യത്ത് ശരിയാവുകയില്ല. അഥവാ കാഴ്ചയില്ല, ഒരു കണ്ണിന് കാഴ്ചയില്ല, വ്യക്തമായ അന്ധതയുണ്ട്, അതിന് പ്രശ്നമുണ്ട് എന്ന് ബോധ്യപ്പെടുമെങ്കിൽ ആ ന്യൂനത പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ വൽ അർജ, മുടന്തുള്ള മൃഗം പാടുള്ളതല്ല, വ്യക്തമായ മുടന്തുള്ള മൃഗത്തെ ഉദ്ഹിയ്യത്തിന് പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, അതിൻ്റെ കൂടെയുള്ള സമാനമായ മൃഗങ്ങളുടെ കൂടെ നടക്കാൻ സാധിക്കാത്ത, അവർ നടക്കുന്നത് പോലെ നടക്കാൻ സാധിക്കാത്ത മുടന്ത് എന്നതാണ് ഉദ്ദേശം. അങ്ങനെയുള്ള മൃഗം ഉദ്ഹിയ്യത്തിന് പാടുള്ളതല്ല. മൂന്നാമത്തേത് വൽ മരീള, രോഗം അഥവാ വ്യക്തമായ രോഗമുള്ള
മൃഗം പാടുള്ളതല്ല. അഥവാ രോഗം കൊണ്ട് വ്യക്തമായി മനസ്സിലാവും അതിന് ദുർബലതയുണ്ട്, അതിന് പ്രയാസമുണ്ട്. അങ്ങനെയുള്ള വ്യക്തമായ രോഗമുള്ള മൃഗം അതിനെ അറവിന് ഉദ്ഹിയ്യത്തിന് പാടുള്ളതല്ല. നാലാമത്തേത് വൽ അജ്ഫ. അൽ അജ്ഫ എന്ന് പറഞ്ഞാൽ ശരീരം മെലിഞ്ഞുണങ്ങിയ മജ്ജയില്ലാത്ത എല്ലുന്തിയതുപോലെയുള്ള മൃഗം. ഇങ്ങനെ 4 സുപ്രധാനമായ പ്രധാനപ്പെട്ട ന്യൂനതകളുള്ള മൃഗങ്ങൾ പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഥവാ ഇതിൻ്റെ മുകളിലുള്ള ന്യൂനതകൾ എന്തായാലും പാടുള്ളതല്ല. എന്നാൽ ചെറിയ ചെറിയ കൊമ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരൽപ്പം പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അതും ഇല്ലാത്തതാണ് ഏറ്റവും അഫ്ളൽ. ഏറ്റവും നല്ല രൂപത്തിൽ നല്ല ഒത്തിണങ്ങിയ ഭംഗിയുള്ള ന്യൂനതകളിൽ നിന്നും പരമാവധി മുക്തമായ മൃഗങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഈ പറഞ്ഞ ഗുരുതരമായ ന്യൂനതകൾ അത് കൂടുതൽ ശ്രദ്ധിക്കണം, അതിന് മുകളിലുള്ളതും എന്തായാലും ശ്രദ്ധിക്കണം എന്ന് ചുരുക്കം. ഇനി സഹോദരങ്ങളെ, ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ, നിങ്ങൾ ദുൽഹിജ്ജയുടെ ഹിലാല് മാസപ്പിറവി കാണുകയാണെങ്കിൽ, വ അറാദ അഹദുക്കും അൻ യുദ്ഹിയ, നിങ്ങളിൽ ഒരാൾ ഉദ്ഹിയ്യത്ത് നിർവഹിക്കണം, അറുക്കണം എന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി, അയാൾ തൻ്റെ മുടിയിൽ നിന്നും നഖത്തിൽ നിന്നും, വേറെ ചില റിവായത്തിൽ വന്നതുപോലെ തൊലിയിൽ നിന്നും പിടിച്ചു വെക്കട്ടെ. അഥവാ സഹോദരങ്ങളെ, ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജയുടെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുടിയോ നഖമോ തൊലിയോ ഒന്നും ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. അതൊക്കെ അതിന് മുന്നേ ചെയ്തു തീർക്കണം, അതല്ലെങ്കിൽ ഉദ്ഹിയ്യത്തിന് ശേഷം ചെയ്യുക എന്നതാണ്. ഈ നിയമം ആരാണോ അറുക്കുന്നത് അയാൾക്കാണ് ബാധകം. ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം, ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറുക്കാൻ ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിനാണ് ഈ നിയമം ബാധകം. ബാക്കിയുള്ള വീട്ടിലുള്ളവർക്ക് നിയമം ബാധകമല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ അറവ് കൊണ്ട്, ഉദ്ഹിയ്യത്ത് കൊണ്ട് എല്ലാവരുടെയും ബാധ്യത വീടുന്നതാണ്, എല്ലാവർക്കും പ്രതിഫലം ലഭിക്കും. അൽഹംദുലില്ലാഹ്. ഒരു വീട്ടിൽ ഗൃഹനാഥനായ ആൾ അറുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും അത് മതിയായതാണ്. ഇനി ഒന്നിൽ കൂടുതൽ ആളുകൾ അറുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അറുക്കാവുന്നതാണ്. അറുക്കുന്നവർ ഈ പറഞ്ഞ നിയമം പാലിക്കുക. ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നഖമോ മുടിയോ തൊലിയോ ഒന്നും ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. സഹോദരങ്ങളെ, ഏതാനും ചില മസ്അലകളാണ് സൂചിപ്പിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന തൗഫീഖാണിത്, റബ്ബിനു വേണ്ടി അറവ് നിർവഹിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് മകനെ അറുക്കാൻ അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ അതിന് ഒരുങ്ങി അദ്ദേഹം മകനെ അറുക്കാൻ നിൽക്കുമ്പോഴാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരാടിനെ നൽകുകയും അതിനെ അറുക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ ആ ചരിത്രം നമുക്ക് കാണാം. നമ്മുടെ പിതാവ്, ആദർശ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സുന്നത്ത്, റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി ചെയ്യേണ്ട ഇബാദത്ത്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മഹത്തായ ബലികർമ്മം ഉദ്ഹിയ്യത്ത്, ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുക. നമ്മൾ ഓരോരുത്തരും സാമ്പത്തിക ശേഷി ഉള്ളതിനനുസരിച്ച് അറുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊന്നും വലിയ പണക്കാർക്ക് മാത്രം പറഞ്ഞതല്ല, മറിച്ച് സാധിക്കുന്നവർക്കെല്ലാം അത് നിർബന്ധമാണ് എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അലംഭാവം കാണിക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന തൗഫീഖാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ പറഞ്ഞ ഇബാദത്ത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു
ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഹത്തായ ഉദ്ഹിയ്യത്തിൻ്റെ പ്രാധാന്യം, അതുപോലെ ആ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ഏതാനും ചില മസ്അലകൾ നമ്മൾ മനസ്സിലാക്കി. ഏതൊരു കാര്യവും അതിൻ്റെ മുന്നേ മനസ്സിലാക്കുക, ഓർമ്മ പുതുക്കുക എന്നത് ഉൾക്കാഴ്ചയോടുകൂടി ആ കാര്യം ചെയ്യാൻ, അത് പൂർത്തീകരിക്കാൻ നമ്മെ സഹായിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മഹത്തായ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയ ആയത്തുണ്ട്. അള്ളാഹു പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നിങ്ങൾ അറുക്കുന്ന അറവു മൃഗത്തിൻ്റെ രക്തമോ മാംസമോ എത്തുകയില്ല, മറിച്ച് നിങ്ങളുടെ തഖ്വയാണ്, സൂക്ഷ്മതയാണ്, നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധിയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. സഹോദരങ്ങളെ, മഹത്തായ ബലികർമ്മം ഉദ്ഹിയ്യത്ത് അത് നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാ ഇബാദത്തിൻ്റെ കാര്യത്തിലും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഉദ്ദേശ ശുദ്ധി, നമ്മുടെ നിയ്യത്ത്. നോക്കൂ, നിങ്ങൾ തുടക്കത്തിൽ കേട്ട ആയത്ത്, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിനു വേണ്ടി നിസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കാരവും ബലികർമ്മവും ഒരുമിച്ച് പറഞ്ഞു. മറ്റൊരായത്തിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഖുൽ, പറയുക നബിയെ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും മരണവും എല്ലാം സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനുള്ളതാകുന്നു. അവന് യാതൊരു പങ്കുകാരുമില്ല, അവൻ ഏകനാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമാണ് നാം നിസ്കാരം നിർവഹിക്കുന്നത് എന്നതുപോലെ ബലികർമ്മം റബ്ബിനു വേണ്ടി മാത്രമായിരിക്കണം. അത് അള്ളാഹുവിനുള്ള ഇബാദത്തിൽപ്പെട്ടതാണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ അറവ് നിർവഹിക്കുമ്പോൾ നമ്മുടെ നീയത്ത് മാറിപ്പോവാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ്, നോക്കൂ, നിങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തി, നിങ്ങൾ അറുക്കുന്ന അറവ് മൃഗത്തിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, മറിച്ച് നമ്മുടെ തഖ്വയാണ്. പരമ്പരാഗതമായി പാരമ്പര്യമായി അറുക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ വർഷവും അറുക്കുന്നത് പോലെ നമ്മൾ അറുക്കുന്നു. വാപ്പ തുടങ്ങി വെച്ചതല്ലേ, അതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ അത് നിർത്തുക? എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഞാൻ മാത്രം എങ്ങനെ ചെയ്യാതിരിക്കും? അല്ല പ്രിയമുള്ളവരെ, അള്ളാഹുവിന് വേണ്ടി, റബ്ബിന് വേണ്ടിയാണ് നാം നിർവഹിക്കുന്നത്. ഒരാളെയും കാണിക്കാൻ വേണ്ടിയോ, പ്രശംസകൾ ലഭിക്കുവാൻ വേണ്ടിയോ, പുകഴ്ത്തലുകൾ ലഭിക്കുവാൻ വേണ്ടിയോ ഒന്നിനുമല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നത് ഈ അവസരത്തിൽ പ്രത്യേകം എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോരുത്തരും ആ കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹുവിന് നമ്മിൽ നിന്നും ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഉദ്ദേശശുദ്ധിയാണ്. എല്ലാ കാര്യത്തിലും നമ്മുടെ നിയ്യത്ത് നന്നാവണം എന്നതുപോലെ ഈ കാര്യം പ്രത്യേകം റബ്ബ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ ഈ ബലികർമ്മം, ഉദ്ഹിയ്യത്ത്, അതല്ലാത്ത എല്ലാ ഇബാദത്തുകളും റബ്ബിനു വേണ്ടി മാത്രമായി നിർവഹിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. നാം ഓരോരുത്തരും ഉണർന്നിരിക്കേണ്ട സമയമാണ്. അശ്രദ്ധയിലായി പോവരുത് എന്ന് എന്നോടെന്നതുപോലെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠതകളും പവിത്രതകളും ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ഖുതുബയിൽ നമുക്ക് കേൾക്കാം. അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹു അവൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.